പലതരത്തിലുള്ള ഡിപ്രഷനുള്ള ആളുകളെ നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റിലും കാണാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഡിപ്രഷനിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാനിപ്പോൾ ഡിപ്രഷനിലാണോ, എൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും. ചിലപ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ചു വന്ന ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ട്രോമകൾ, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് സത്യത്തിൽ നമ്മളെ ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ വളരെ വ്യക്തതയുള്ള ആളല്ല ഞാൻ. കാരണം നമുക്കറിയാം, അതിന് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ടേംസുകൾ ഉണ്ട്. ഓരോ ഡിപ്രഷനും അതിനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ അത് പോകുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തരും പറയുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഡിപ്രഷനിൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്തതും എൻ്റെ സുഹൃത്തുക്കൾ ഫേസ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ ഇന്നലെ വരെ ആരോടാണോ സംസാരിച്ചത്, നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നവര്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും, ഇടപാടുകൾ നടത്തേണ്ടി വരും. നമുക്കൊരിക്കലും ഒരു മൗനത്തിന്റെ ഒരു ആവരണം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ നമുക്ക് സാധിക്കേയില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പലരോടും ഉത്തരം പറയേണ്ടതുണ്ട്, അവർക്ക് വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്, അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളിങ്ങനെ മൗനത്തിന്റെ കനത്ത തോടിനുള്ളിലേക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ആണ്. അതായത് ആരുടെയെങ്കിലും ഫോൺ വന്നാൽ അതൊരു പക്ഷേ നമ്മളെ എന്നും കേൾക്കുന്ന നമ്മുടെ സുഹൃത്തായിരിക്കാം. അവരുടെ ഫോൺ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുക, അവരോട് സംസാരിക്കാൻ പറ്റാതിരിക്കുക, ഭയങ്കര വിഷമം തോന്നുക, ഒറ്റയ്ക്കിരിക്കാൻ എപ്പോഴും നമുക്ക് ആഗ്രഹം തോന്നുക, കരയാൻ തോന്നുക, ഉറക്കെ കരയാൻ തോന്നുക, നമ്മളെ ഒരാൾ കേട്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നുകയും നമ്മളെ ആരെങ്കിലും കേൾക്കാൻ വിളിക്കുമ്പോൾ അത് അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷന് കൗൺസിലിംഗ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്. അതൊക്കെ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. മാത്രല്ല, നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിക്കണം, നമ്മൾ എന്തിൽ നിന്നും ഒളിച്ചോടിയിട്ടും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാരെയും നേരിടണം, എല്ലാരോടും സംസാരിക്കണം, എല്ലാവർക്കും ഉത്തരം നൽകണം, എല്ലാരോടും മാന്യമായി ഇടപഴകണം, പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യര്. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഒളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, ഈ പുറന്തോട് നമുക്ക് വലിച്ചെറിയണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അപ്പം ആരുടെയെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് പറ്റുമെന്ന് തോന്നിക്കൊണ്ട് നമ്മൾ സംസാരിക്കുക. ഈ സെയിം സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പോലും, അവൾ നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ച് സംസാരിച്ചിട്ട് പോലും എനിക്ക് അവളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ മെസ്സേജുകളൊക്കെ വായിക്കുകയും ഞാനതൊക്കെ ഇങ്ങനെ എന്താ പറയുക അവഗണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നീണ്ട കാലയളവിൽ അവൾ എന്നോട് എന്താ തെറ്റ് ചെയ്തതെന്ന് അവൾ പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവരെന്നോട് മിണ്ടുന്നില്ല, അവൾ എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ നൽകിയ ഉത്തരം, അവൾ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അവളോട് സംസാരിക്കാൻ തോന്നുന്നില്ല എന്നായിരുന്നു. അങ്ങനെ കുറച്ച് ഞാൻ ആ കാലത്തെ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ തന്നെ അവളോട് സംസാരിച്ചു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നത് എന്ന്. ഒരു പരിധി വരെ ഞാൻ അവളോട് തുറന്ന് സംസാരിക്കുകയായിരുന്നു. കാരണം എന്താന്ന് എനിക്ക് അറിയില്ല, നിന്നോട് മിണ്ടാതിരിക്കാൻ എനിക്ക് എന്ത് കാരണമാണ് എന്നുള്ളത് അറിയില്ല. എൻ്റെ മാനസികമായ പ്രയാസങ്ങളായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് ഞാൻ ചെയ്തത്. അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ എപ്പോഴും എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. നമ്മളുടെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ കൂടെയുള്ള ഒരാള് സൈലന്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കൊണ്ടുകൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിൽ നിന്ന് ഒളിച്ചോടാനൊന്നും ഒരു മനുഷ്യനും ശ്രമിക്കില്ല. അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മളും എന്താ പറയാ, നമുക്ക് ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം മുന്നോട്ട് കൊണ്ടുവരണം. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റ് നമ്മളെ സൈലന്റ് ആയിട്ട് നിന്ന് നമ്മളെ തന്നെ ആലോചിച്ച്, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഇരുന്ന് മൈൻഡിനെ ഫ്രഷ് ആക്കുന്നതൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ, കമന്റിൽ പറയാൻ മടിയുള്ള ആളുകളാണെങ്കിൽ ഇൻബോക്സിൽ വരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.